കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇരുവഞ്ചിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടർന്നാൽ പുഴ കരകവിയും. മലയോരത്തും വനമേഖലയിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഗുലാം നബി ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, അതിശക്തമായ മഴയാണ് ഉണ്ടാവുന്നത്. ഷട്ടറുകൾ പലത് തുറന്നു എന്ന അറിവുണ്ട്. എന്താണ് സാഹചര്യം? ഒരുപക്ഷേ കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലേക്കാണ് ഈ ശക്തമായ മഴ ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. സജിത്ത്, 2 ദിവസമായി കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും അത്തരത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും മഴ പെയ്തിട്ടുണ്ട്. ശക്തമായ മഴ മലയോരത്തെ വനമേഖലയിൽ ശക്തമായ മഴ ലഭിച്ചതാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് കരുതുന്നത്. ഇടവിട്ടുള്ള മഴയാണ് ഉള്ളത്. പെയ്യുന്ന മഴ ശക്തമായാണ് പെയ്യുന്നത്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ ജലനിരപ്പ് ഉയരുകയും ഇരുവഴിഞ്ഞിപ്പുഴ കര കവിയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പുഴ നിറഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മൂടിക്കെട്ടിയ അന്തരീക്ഷവും അതുപോലെ തന്നെ ഇടവിട്ടുള്ള മഴയുമാണ് നിലവിൽ ഈ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് നിലവിലുള്ളത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴ അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നാണ് നിൽക്കുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യം. അതിശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. മൺസൂൺ, രണ്ടാമത് കടന്നു വരുന്ന മൺസൂണാണ് സംസ്ഥാനത്ത് ഈ മഴയ്ക്ക് ഇടവയ്ക്കുന്നത്. മഴ ഇനിയും ശക്തിപ്പെടാം, മൺസൂൺ ഇനിയും ശക്തിപ്പെടാം എന്ന മുന്നറിയിപ്പ് കൂടിയാണ്. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ആൾ മരിച്ചു. പൂനൂർ പുഴയിലെ കാവുള്ളപ്പറമ്പ് കടവിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം. ഉണ്ണിക്കുളം പരപ്പിൽ സ്വദേശി ഷിജുവാണ് മരിച്ചത്. പൂനൂർ പുതിയ പാലത്തിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.